ഹായ് മക്കളെ, അപ്പോൾ ഒന്നും പഠിക്കാത്തവർക്കായി ഒരു 10 ചോദ്യങ്ങൾ തരാൻ പോവുകയാണ്. അപ്പോൾ മിക്കവരും ഈ ഒന്നും പഠിക്കാത്തവർക്കായി 10 ചോദ്യങ്ങൾ തരുന്നു എന്ന് പറയുമ്പോൾ ഈ 10 ചോദ്യം മാത്രം പഠിച്ചു വെച്ചിട്ട് ഞാൻ ജയിച്ചു എന്നും പറഞ്ഞിരിക്കരുത്. ഈ 10 ചോദ്യങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഈ 10ൽ ഒരു 5ൽ കൂടുതൽ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വന്നിരിക്കും കേട്ടല്ലോ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു 6 അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും ഈ മോഡൽ. ഓക്കെ അല്ലേ? അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും ഈ പറയുന്ന 10 ചോദ്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. നമ്മൾ 10 ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നോക്കിയേ, സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. ഇങ്ങനെ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് തരും. ഇങ്ങനെ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ചോദിക്കും. എന്ത്? മെട്രിക്സ് മെത്തേഡിൽ അത് സോൾവ് ചെയ്യാൻ ചോദിക്കും. മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്ത് എഴുതണം. പിന്നെ എന്താണ്? ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്ത് എഴുതണം. പിന്നെ എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്ത് എഴുതണം അല്ലേ? ഈ 3 മെട്രിക്സ് എടുത്ത് എഴുതിയിട്ട് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി, എക്സ് കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സിന് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതി. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ, വൈയുടെ കൂടെ നിൽക്കുന്ന നമ്പർ, ഇസഡിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ. അങ്ങനെ എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതി. അടുത്തത് ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതുക. ഈക്വൽ ടു കഴിഞ്ഞിട്ട് വരുന്ന നമ്പറാണ് ബി, 8 1 4. എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതി. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതാണ് എക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇമ്പോർട്ടൻറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത് എക്സ് ഈക്വൽ ടു, ഈ എക്സ് കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സിന് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ബി ഇവിടെ ഉണ്ട്, എ ഇൻവേഴ്സ് ഇല്ല. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ എന്ന ഇക്വേഷൻ എഴുതുക. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ 2 സാധനങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുന്നത്? ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. 3 എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുക, അതിൻ്റെ റോയും കോളവും മാറ്റി ആ ഡിറ്റർമിനൻ്റ് എഴുതുക. അടുത്തത് -2 എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് സൈൻ മാറ്റി എഴുതുക. അതിൻ്റെ റോയും കോളവും മാറ്റുമ്പോൾ 2 - 1 4 2 കിട്ടി. അടുത്ത 3 എന്ന് പറയുന്ന മെട്രിക്സ് എലമെൻ്റ് എഴുതുക. അതിൻ്റെ റോയും കോളവും മാറ്റുമ്പോൾ 2 1 4 - 3 കിട്ടും. ഓക്കെ അല്ലേ? എന്നിട്ട് ഓരോന്നും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ 3 × 2 - 3 2 × 4 + 4 + 3 × -6 - 4 എന്ന് വരും. ഫൈനൽ ആൻസർ ആയിട്ട് -17 എന്ന് ആൻസർ വരും. ഓക്കെ അല്ലേ? നിങ്ങളിത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ അല്ലേ? 10 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡിറ്റർമിനൻ്റ് എ കിട്ടി. ഡിറ്റർമിനൻ്റ് എ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ കാര്യം അവിടെ ഒന്ന് ഓർത്തിരിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ, എന്താണ്? ഡിറ്റർമിനൻ്റ് എ 0 അല്ലെങ്കിൽ ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് വിത്ത് യുണീക്ക് സൊല്യൂഷനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കൂടെ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണോ, അതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുക. അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, 0 അല്ലെങ്കിൽ ഇത് കൺസിസ്റ്റൻ്റ് ആണ്, എങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത അഡ്ജോയിൻ്റ് ആണ്. അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മെത്തേഡ് അറിയാമല്ലോ. എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക, അത് 4 തവണ എഴുതുക. എന്നിട്ട് ഈ അറ്റത്തുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക? ദേ ഇവിടെ നോക്ക്, ഈ ഓരോ എലമെൻ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 -3 × -1. അത് ചെയ്ത് ഇവിടെ കോഫാക്ടർ മെട്രിക്സുകൾ എഴുതുക. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -1 -8 -10 അത് തിരിച്ചിങ്ങോട്ട് -5 -6 -1 അത് തിരിച്ചിങ്ങോട്ട് ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതി കഴിയുമ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടി. അപ്പോൾ അഡ്ജോയിൻ്റ് എയും ഡിറ്റർമിനൻ്റ് എയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അഡ്ജോയിൻ്റ് എനെ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് പോകാം. എന്താണ്? എക്സ് കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസർ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, ഇസഡ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ എക്സും വൈയും ഇസഡും ശരിയാണോ എന്നറിയാൻ x 1 2 3 എടുത്തുകൊണ്ട് പോയി നിങ്ങൾ എവിടെ ഇടുക? നോക്കിയേ, നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളൊരു ഇക്വേഷനില്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇടുക. എന്താണ്? 3x - 2y + 3z = 8. എക്സിന് 1, വൈക്ക് 2, ഇസഡിന് 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 3 - 4, അപ്പോൾ -1 വരും. പിന്നെ 3 × 3 9 ആണ്. -1 + 3 8 എന്ന ആൻസർ കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിട്ടുകളയരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. പിന്നെ ഇത് ചോദിച്ചില്ലെങ്കിൽ, ഈ ഒരു 3/3 മെട്രിക്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ചോദിച്ചില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ എക്സും വൈയും മാത്രം വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു 3 മാർക്കിന്. അത് തെറ്റിച്ച് കളയരുത്. അതാണെങ്കിലും എഴുതിക്കോളണം. ഓക്കെ. പിന്നെ മെട്രിക്സിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്? ഒരു മെട്രിക്സ്
എന്താണ് ഫോം ചെയ്യാൻ, അതായത് ഒരു റിലേഷൻ തരും, ആ റിലേഷൻ വെച്ച് ഒരു 3/2 മെട്രിക്സോ 3/3 മെട്രിക്സോ 3/4 മെട്രിക്സോ ഇഷ്ടമുള്ളത് ഫോം ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള കണക്ഷൻ എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമുക്ക് 3/2 മെട്രിക്സ് ആണ് ഉണ്ടാക്കേണ്ടത്. ഉണ്ടാക്കേണ്ട കണക്ഷൻ AIJ = I+3J എന്നാണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 3/2 മെട്രിക്സ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 3/2 മെട്രിക്സിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ എഴുതുക. ഓക്കെ അല്ലേ? ഔട്ടർ സ്ട്രക്ചർ എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് പേരുകൾ കൊടുക്കുക. ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, അപ്പോൾ A11. ഇത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് 1 2. ഇത് 2 1 2 2 3 1 3 3. അത് കൊടുക്കുക. ഇനി നമ്മളുടെ റിലേഷൻ എന്താണെന്ന് നോക്കുക. AIJ = I+3J. അതായത് ഫസ്റ്റ് നമ്പർ അതുപോലെ തന്നെ എടുക്കുക, സെക്കൻഡ് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ A11 A12 A21 A22 A32 A33 അല്ല A31 A32 എല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് മെട്രിക്സ് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് നോക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തരും. ആ മെട്രിക്സ് എന്താണ്? എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഈ മെട്രിക്സിനെ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതുക. അതിനൊരു സ്റ്റെപ്പ് ഓർത്തിരിക്കണം. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക, അതും ഓക്കെ. ഇതിന്റെ പകുതി എടുക്കുക, A+A ട്രാൻസ്പോസിന്റെ പകുതി എടുക്കുക. അതുപോലെ A- A ട്രാൻസ്പോസിന്റെ പകുതി എടുക്കുക. ഇത് സിമെട്രിക്കും ഇത് സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. ഇത് പ്ലസ് ഇത് = A എന്ന് എഴുതിയാൽ ആൻസർ ആയി. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, അതിന്റെ ട്രാൻസ്പോസ് എഴുതി. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് താഴത്തേക്ക് എഴുതും, ഇത് താഴത്തേക്ക് എഴുതും, ഇത് താഴത്തേക്ക് എഴുതും, ഇന്റർചേഞ്ച് ചെയ്ത് എഴുതും. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി A+Aയും A ട്രാൻസ്പോസും കൂടി കൂട്ടി എഴുതി, എയിൽ നിന്ന് A ട്രാൻസ്പോസ് കുറച്ച് എഴുതി. ഇനി എന്താ ഇത്? എയും A+A ട്രാൻസ്പോസ്, അതായത് ഇതിന്റെ ഹാഫ് എടുത്തു, എല്ലാത്തിൻ്റെയും പകുതി എടുത്തു. അടുത്തത് A- A ട്രാൻസ്പോസിന്റെ ഹാഫ് എടുത്തു, എല്ലാത്തിൻ്റെയും പകുതി എടുത്തു. ഇത്രേ ഉള്ളൂ. ഇത് സിമെട്രിക്കും ഇത് സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പോൾ നമ്മൾ A = ഇത് A+A ട്രാൻസ്പോസ് / 2 + A- A ട്രാൻസ്പോസ് / 2 എന്ന് എഴുതി. അത് ഒന്ന് എഴുതി കൂടി വെച്ചേക്കണം. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് LPPയിൽ നിന്ന് ചോദിക്കുന്ന ഈ ഒരു ചോദ്യം, ഉറപ്പായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യം, 6 മാർക്കിന് ചോദിക്കുന്ന അടുത്ത ചോദ്യം. ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യം, ഉറപ്പായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ നോക്കി ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ എടുക്കേ പോലും വേണ്ട. ഇത് ആദ്യം ഒരു കൺസ്ട്രെയിൻ എടുക്കുക. കൺസ്ട്രെയിൻ എന്താണ്? X + Y <= 50. അതെടുത്തു ഞാൻ. എന്തേത്? X + Y <= 50. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യത്തെ ഇവനെ ഇങ്ങോട്ട് എടുത്തു അല്ലേ? X + Y <= 50. ഇവന് = എന്ന് എഴുതുക. എന്നിട്ട് എന്തെഴുതുക? XY എന്ന് പറയുന്ന കോളം വരയ്ക്കുക. Xന് 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ Yയുടെ വാല്യൂ കണ്ടുപിടിക്കുക. Yക്ക് 0 ഇട്ട് കൊടുക്കുക, Xന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 2 പോയിന്റുകൾ കിട്ടി, 0 50 50 0, 0 50 50 0. അതുപോലെ രണ്ടാമത്തെ ആൾ എടുക്കുക. രണ്ടാമത്തെ ആൾ എന്താണ്? 3x + Y <= 90. ഇനി എന്തെടുക്കുക? ഈ എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക, വൈക്ക് പകരം 0 ഇട്ട് കൊടുക്കുക, പോയിന്റ് കിട്ടുക. അപ്പോൾ നമുക്ക് 2 പോയിന്റുകൾ 0 90 30 0 എന്ന് പറഞ്ഞു കിട്ടും. ഈ രണ്ടും വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ വരച്ചത് നോക്കി, 50 0യും 0 50യും വെച്ച് ഒരു ലൈൻ വരച്ചു. അതുപോലെ 0 90യും 30 0യും വെച്ച് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്തുക. ഏത് സ്ഥലത്താണ് നമ്മളുടെ വരുന്നതെന്ന് നോക്കി അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിൻ്റെ കോർണർ പോയിന്റുകൾ കണ്ടുപിടിക്കണം. അതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോർണർ പോയിന്റുകൾ A B C D. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, എയുടെ കോർണർ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് എടുത്ത് എഴുതാൻ പറ്റും 0 50. ബിയുടെ കോർണർ പോയിന്റ് 0 0, ഇത് 50 0. ഡി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡി കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് 2 ലൈൻ ഉണ്ട്, ആ 2 ലൈനും സോൾവ് ചെയ്താൽ ആൻസറായി. ഇത് നോക്ക്, 2 ലൈനുകൾ ഏതൊക്കെയാണ്? X + Y = 50 എന്ന് പറയുന്ന ഈ ലൈനും 3x + Y = 90 എന്ന് പറയുന്ന ഈ ലൈനും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറായി. അപ്പോൾ 4 പോയിന്റുകളും കിട്ടി. ഇനി എന്താണ്? കോർണർ പോയിന്റ് മെത്തേഡ് വഴി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൂടി നമുക്കൊന്ന് കണ്ടുപിടിച്ചേക്കാം. ഏതൊക്കെയാണ് പോയിന്റുകൾ വരുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു ബോക്സ് വരയ്ക്കുക. ഇത് Z ആണ്, അല്ല ഇത് പോയിന്റ് ആണ്, ഇത് നമ്മുടെ പോയിന്റ്സ് ആണ്,
ഇവിടെയാണ് നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ വരുന്നത്. പോയിന്റ് ഏതൊക്കെയാണ്? എ ബി സി ഡി. എ ബി സി ഡി. എ എന്ന് പറഞ്ഞാൽ 0 50, എ എന്ന് പറഞ്ഞാൽ 0 50, ബി എന്ന് പറഞ്ഞാൽ 0 0, സി എന്ന് പറഞ്ഞാൽ 50 0, ഡി എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടിയത് എത്രയാണ്? 20 30. സി എത്രയാണ്? സി 30 0 ആണ്. സി 30 0 ആണ്. സി 30 0 ആണ്. സി 30 0 ആണ്. ഡി 20 30 ആണ്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളുടെ പോയിന്റ്. ഇനി എന്ത് ചെയ്യുക? നമ്മളുടെ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുക്കുക. ഇസഡ് ഈക്വൽ ടു 4x പ്ലസ് വൈ. എന്താണ്? ഇസഡ് ഈക്വൽ ടു 4x പ്ലസ് വൈ ആണ്. വൈ തന്നെയല്ലേ? 4x പ്ലസ് വൈ ആണ്. എന്നിട്ട് ഈ കിട്ടിയ ഓരോ പോയിന്റുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇസഡ് എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 50 ആണ്. 0 50 ആണ്. അത് ഇസഡിന് പകരം ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? വേഗം പറഞ്ഞോ. 4 × 0 പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ 0 പ്ലസ് 50 ആൻസർ എത്ര കിട്ടി? 50. അപ്പോൾ ഇവിടെ നമുക്ക് 50 കിട്ടി. ഓക്കെ. അടുത്തത് ബി 0 0 ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 0 ആണ്. ഓക്കെ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 4 × 0 പ്ലസ് വൈ 0. അപ്പോൾ 0 പ്ലസ് 0 ആൻസർ എത്ര കിട്ടി? 0. അതും എഴുതി. അടുത്ത സി എത്രയാണ്? സി എന്ന് പറഞ്ഞാൽ 30 0 ആണ്. അതും എഴുതി. അപ്പോൾ ആൻസർ എന്ത് വരും? ഇസഡ് ഈക്വൽ ടു 4 × 30 പ്ലസ് 0. അപ്പോൾ ആൻസർ എത്രയാണ്? 120 പ്ലസ് 0. ആൻസർ 120 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 120. അടുത്തത് ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ 20 30 ആണ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 4 × 20 പ്ലസ് 30. 4 × 20 80 ആണ്. 80 പ്ലസ് 30 എത്രയാണ്? 110 എന്ന് ആൻസർ വന്നു. അപ്പോൾ ഇവിടെ എത്ര വന്നു? 110. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. നോക്ക്, മാക്സിമൈസ് ഇസഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇതാണ് മാക്സിമം വാല്യൂ. അപ്പോൾ നമ്മൾ എഴുതും മാക്സിമം വാല്യൂ ഈസ് ഏതാടാ? 120. അറ്റ് പോയിന്റ് ഏതാണെന്ന് എഴുതണം. സി 30 0 ഇതങ്ങോട്ട് എഴുതി വെക്കുക. ഇതാണ് കോർണർ പോയിന്റ് മെത്തേഡ് വഴി ആൻസർ കണ്ടുപിടിക്കുന്നത്. നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക, വരച്ചു നോക്കുക, തെറ്റരുത്, നിർബന്ധമായിട്ടും ചെയ്യുക. അടുത്തത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം ഉണ്ടാവും. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, B1 ക്രോസ് B2 ഇതും എന്താണ്? A2 മൈനസ് A1 കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. താഴെ ഈ B1 ക്രോസ് B2വിൻ്റെ മോഡുലസ്. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. വലിയ ഇക്വേഷൻ ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. ഇതിനകത്ത് ഏതാണ് A1, ഏതാണ് A2, ഏതാണ് B1, ഏതാണ് B2 എന്ന് ചോദിച്ചാൽ ഇത് A1, ഇത് B1, ഇത് A2, ഇത് B2. ഇത്രേ ഉള്ളൂ. ഇത് ഓരോന്നും ആദ്യം എടുത്ത് എഴുതുക. നോക്ക്, A1 എന്ന് പറഞ്ഞാൽ I+2J+3K, B1 എഴുതി, A2 എഴുതി, B2 എഴുതി. ഓക്കെ അല്ലേ? ആദ്യം ചെയ്യേണ്ടത് B1 B2 കൂടി ക്രോസ് പ്രോഡക്റ്റ് എടുത്തു. എങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത്? IJK എഴുതി, B1ന്റെ I -3 2 അല്ല 1 -3 2 1 -3 2 എഴുതി, B2ന്റെ 2 3 1 എഴുതി, 2 3 1 എഴുതി. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു വെക്ടർ കിട്ടി. അതവിടെ ഇരുന്നോട്ടെ. ഓക്കെ. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? A2 മൈനസ് A1 കണ്ടുപിടിക്കുക. A2 മൈനസ് A1 എന്ന് പറഞ്ഞാൽ A2വിൽ നിന്ന് A1 കുറയ്ക്കുക. 4iൽ നിന്ന് I കുറയ്ക്കുമ്പോൾ 3i, 5jയിൽ നിന്ന് 2j കുറയ്ക്കുമ്പോൾ 3j, 6kയിൽ നിന്ന് 3k കുറയ്ക്കുമ്പോൾ 3k. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കിട്ടി. ഇനി ഈ B1 ക്രോസ് B2ഉം A2 മൈനസ് A1 കൂടി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അതായത് ഇതും കൂടി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അതേ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു. അപ്പോൾ നമുക്ക് 9 എന്ന ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? ഈ മുകളിലത്തത് എല്ലാം കിട്ടി. ഇനി B1 ക്രോസ് B2വിൻ്റെ മോഡുലസ് എടുത്താൽ മതി. B1 ക്രോസ് B2വിൻ്റെ മോഡുലസ് എടുത്തപ്പോൾ നമുക്ക് √171 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി വെറുതെ 9/√171 എന്ന് എഴുതിയാൽ ആൻസറായി. സിമ്പിൾ. അപ്പോൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ട അടുത്ത ചോദ്യം. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? അത് പഠിച്ചിരിക്കുക. അടുത്തത് പിന്നെ വെക്ടറിൽ നിന്ന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സും പിന്നെ പ്രൊജക്ഷൻ പിന്നെ എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. കോസ് തീറ്റ ഈക്വൽ ടു A.B/mod A/mod B. അതായത് എയും ബിയും കൂടിയുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. എയും ബിയും കൂടിയുള്ള ഡോട്ട് പ്രൊഡക്റ്റുകൾ എടുക്കുക. രണ്ടും കൂടി ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകൾ, ജെയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകൾ, കെയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടി -5.
ബൈ താഴെ എന്താ രണ്ടിൻ്റെയും മോഡുലസ്. എയുടെ മോഡുലസ് എങ്ങനെ എടുക്കുന്നത്? റൂട്ടിൻ്റെ അകത്ത് ഐയുടെ കൂടെ നിൽക്കുന്ന, ജെയുടെ കൂടെ നിൽക്കുന്ന, കെയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ, ബിയുടെ മോഡുലസ് ഐയുടെ കൂടെ, ജെയുടെ കൂടെ, കെയുടെ കൂടെ നിൽക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ. അതെല്ലാം എടുത്തു കഴിയുമ്പോൾ മോഡുലസ് ആയി. അതെടുത്ത് ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആയി. ഇനി പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ സെയിം തന്നെ എ ഡോട്ട് ബി ബൈ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ ഓണ് കഴിഞ്ഞ് വന്നിട്ടുള്ളത് ആരാണോ അയാളുടെ മോഡുലസ് മാത്രമാണ് താഴെ വരേണ്ടത്. അപ്പോൾ എ ഡോട്ട് ബി -5 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അതിൻ്റെ അകത്ത് മോഡ് ബി മാത്രം എടുത്തു. മോഡ് ബി ദേ -√11 അത് മാത്രം ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്, രണ്ട് വെക്ടർ തന്നിട്ട് ആ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കുക. അത് 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. ഇനി ക്വസ്റ്റ്യൻ, എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി, എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയ വേറൊരു വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ആ ക്രോസ് പ്രൊഡക്റ്റ് കിട്ടുന്ന ആൻസർ ആ വെക്ടർ ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ടിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ അല്ലേ? സിമ്പിൾ. പിന്നെ ഇവിടെ നോക്കണം, ഒരു ഓർഡറും ഡിഗ്രിയും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിന്റെ ഹയസ്റ്റ് ഓർഡർ ഏതാണെന്ന് നോക്കുക. ഹയസ്റ്റ് ഓർഡർ ഏതാണ്? ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതാണ് ഹയസ്റ്റ് ഓർഡർ. അപ്പോൾ ഇതിന്റെ ഓർഡർ എത്രയാണ്? 2. അതിന്റെ തന്നെ പവർ ആണ് ഡിഗ്രി. അപ്പോൾ ഡിഗ്രി എത്രയാണ്? 1. അല്ലാതെ ഏറ്റവും വലിയ പവർ അല്ല കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താണ്? കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഏതാടാ? ലീനിയർ ആണ്. ലീനിയർ ചോദിക്കാനാണ് ചാൻസ് കേട്ടല്ലോ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അതെങ്ങനെ മനസ്സിലാവും? ഒരു dy/dx ഉണ്ടാവും, പ്ലസ് ഒരു p എന്നും പറഞ്ഞ് എന്താണ് എക്സിന്റെ കൂടെയുള്ള ഒരു സാധനവും y ഉണ്ടാവും ഈക്വൽ ടു q. ഇങ്ങനെയാണ് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാകുന്നത്. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ. അപ്പോൾ dy/dx പ്ലസ് y tan x ഈക്വൽ ടു sec x ആദ്യം പിയും ക്യൂവും എടുത്ത് എഴുതി. വൈയുടെ കൂടെ നിൽക്കുന്ന പി, ക്യൂ എന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ e⁻∫pdx ആണ്. അപ്പോൾ e⁻tan dx, e⁻log mod sec x, ഈയും ലോഗും കട്ട് ചെയ്ത് കഴിയുമ്പോൾ sec x എന്ന് വരും. അതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ. സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇൻ്റഗ്രൽ ചെയ്ത് കഴിയുമ്പോൾ y sec x ഈക്വൽ ടു tan x പ്ലസ് c എന്ന് ആൻസർ വന്നു. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിയാൽ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അതായത് y ഈക്വൽ ടു 1, x ഈക്വൽ ടു π/4 എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സിമ്പിൾ ആടാ. അതായത് ഇവിടെ നോക്കിയേ, നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇവിടെ വൈക്ക് പകരം തന്നിട്ടുള്ള വാല്യൂയും എക്സിന് പകരം തന്നിട്ടുള്ള വാല്യൂയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു c കിട്ടും. നോക്കിയേ, വൈക്ക് പകരം 1ഉം എക്സിന് π/4ഉം കൊടുത്തപ്പോൾ നമുക്ക് c √2 - 1 എന്ന് കിട്ടി. ആ സിക്ക് പകരം √2 - 1 ഇട്ട് ഇക്വേഷൻ എഴുതുന്നതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇനി പ്രോബബിലിറ്റിന്ന് സാധാരണ ചോദിക്കുന്നത് ഈ മോഡലിലൊരു ചോദ്യവും പിന്നെ ബേസ് തിയറവുമായിരിക്കും. ഈ മോഡലിലൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരാനാണ് ചാൻസ്. അപ്പോൾ നോക്ക്, എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവൻസ് വേർ പി ഓഫ് എ ഈക്വൽ ടു 0.3, പി ഓഫ് ബി ഈക്വൽ ടു 0.6. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. എ ആൻഡ് ബി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എ ആൻഡ് ബി എന്ന് പറഞ്ഞ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ ഇൻറ്റു ചെയ്ത് വെച്ചു. ഇനി നോക്കിയേ, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ ആൻഡ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.18. എ ഓർ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ആണ്. യൂണിയൻ കണ്ടുപിടിക്കാൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എടുക്കുക. പി ഓഫ് എ ആൻഡ് നോട്ട് ബി, ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. പി ഓഫ് എ ആൻഡ് നോട്ട് ബിനെ ഇങ്ങനെ എഴുതും. അത് കണ്ടുപിടിക്കാൻ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ലാസ്റ്റ് വണ്ണാണ് ബേസ് തിയറം. ഓക്കെ അല്ലേ? ബേസ് തിയറം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ബേസ് തിയറത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ബാഗ് 1 കണ്ടെയ്ൻസ് 3 റെഡ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്. ഓക്കെ, ബാഗ് 1ൽ 3 റെഡും 4 ബ്ലാക്കും. ബാഗ് 2 കണ്ടെയ്ൻസ് 5 റെഡ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. അല്ലെ? എത്രയാണ്? 5 റെഡ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. ഓക്കെ അല്ലേ? അപ്പോൾ ബാഗ് 2 കണ്ടെയ്ൻസ് 5 റെഡ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. അതും എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു ബോൾ എടുത്തു. 1 ബോൾ ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം 1 ഓഫ് ദ ബാഗ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. ഇവനൊന്ന് മാർക്ക് ചെയ്തേക്കുക. ഇവനുണ്ട്, ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യം. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. ഓക്കെ അല്ലേ? ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം ദ
ബാഗ് 2 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ E1 E2 A എന്ന് പറയുന്ന 3 ഇവന്റുകൾ എഴുതണം. E1 എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ബാഗ് 1, E2 എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ബാഗ് 2. A ആണ് നമ്മൾ ആ ഓൾറെഡി നടന്ന കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞില്ലേ, അവൻ എന്ന് പറയുന്നത് എന്താണ്, ഗെറ്റിംഗ് എ റെഡ് ബോൾ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നടന്ന കാര്യം താഴെ എഴുതുക. എ അല്ലേ ഓൾറെഡി നടന്നത്, എ താഴെ എഴുതി. ഇനി ബാഗ് 2-ൽ നിന്ന് വേണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് E2 മേളിൽ എഴുതി. ഇനി ഈ ഇക്വേഷൻ എഴുതാൻ വളരെ സിമ്പിളാണ്. ഇത് നേരെ തിരിച്ചെഴുതുക, P of A/E2. എന്നിട്ട് ഈ E2 കൊണ്ട് തന്നെ ഇവിടെ ഇൻറ്റു ചെയ്യുക. എന്നിട്ട് ഒരേപോലെ E1 E2 E3 ഒക്കെ ഉണ്ടെങ്കിൽ ആ സെയിം സാധനങ്ങൾ താഴെ പ്ലസ് ഇട്ട് എഴുതുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി എന്താണ്, ഇതിൻ്റെ അകത്ത് നോക്കി E1 E2 A/E1 A/E2 വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ബേസ് തിയറത്തിൻ്റെ ഒരു ക്വസ്റ്റ്യനും നിർബന്ധമായിട്ടുണ്ടാവും. ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 6-7 ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക.